നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നായയ്ക്ക് ദൈവങ്ങളുടെ പേരിടുമോ? അക്ബർ സീത വിവാദത്തിൽ കൽക്കട്ട ഹൈക്കോടതി. അച്ഛൻ മരിച്ചത് അൾസർ മൂർച്ഛിച്ച്, കൊന്നത് UDF. KM ഷാജിക്ക് മറുപടിയുമായി കുഞ്ഞനന്ദന്റെ മകൾ. BJP പ്രചരണ ഗാന വിവാദം. IT സെൽ ചെയർമാനെതിരെ സംസ്ഥാന നേതൃത്വം നടപടിയുണ്ടാകില്ലെന്ന് ജവാദേക്കർ. ബേലൂർ മക്ന കർണാടകയിലെ വനമേഖലയിൽ റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചു. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിലെ സിംഹങ്ങൾക്ക് സീത, അക്ബർ എന്നീ പേരിട്ടതിനെതിരെ കൽക്കട്ട ഹൈക്കോടതി. പേര് മാറ്റി വിവാദം ഒഴിവാക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സിംഹങ്ങൾക്ക് പേരിട്ടത് ത്രിപുര സർക്കാരാണെന്നും നിലവിലെ പേര് മാറ്റാമെന്നും ബംഗാൾ സർക്കാർ കോടതിയെ അറിയിച്ചു. പട്ടിക്കും പൂച്ചയ്ക്കും ദൈവങ്ങളുടെ പേരാണോ ഇടുന്നതെന്നും കോടതി ചോദിച്ചു. അക്ബർ പ്രഗത്ഭനായ മുഗൾ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് സിംഹത്തിനിട്ടത് ശരിയായില്ല. സിംഹത്തിന് ടാഗോർ എന്ന് പേരിടുമോ എന്ന് കോടതി ചോദിച്ചു. അക്ബർ സിംഹവും സീത സിംഹവും ഒരു കൂട്ടിൽ വേണ്ട. മതനിന്ദ ആരോപിച്ച് VHP ഹൈക്കോടതിയിൽ അക്ബർ സിംഹത്തെയും സീത സിംഹത്തെയും മൃഗശാലയിൽ ഒന്നിച്ചു പാർപ്പിക്കുന്നത് മതനിന്ദയാണെന്ന് ആരോപിച്ച് വിശ്വ ഹിന്ദു പരിഷത്താണ് കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം VHPയുടെ പരാതി റിട്ട് ഹർജിയായി പരിഗണിക്കാനാവില്ലെന്ന് പൊതു താൽപര്യ ഹർജിയായി മാറ്റാനും കോടതി നിർദ്ദേശം നൽകി. ബംഗാളിൽ അല്ലാതെ തന്നെ നിരവധി വിവാദങ്ങളുണ്ട്. ഇതിനിടെ ഈ വിവാദം ഒഴിവാക്കണമായിരുന്നുവെന്ന് കോടതി പറഞ്ഞു. RMP നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 13ാം പ്രതിയായ PK കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് KM ഷാജിക്ക് മറുപടിയുമായി കുഞ്ഞനന്ദന്റെ മകൾ ഷബ്ന മനോഹരൻ. ലീഗ് നേതാവായ ഷാജിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്നും ഷബ്ന പറഞ്ഞു. കുഞ്ഞനന്ദനെ കൊന്നത് UDF ഭരണാധികാരികളാണെന്ന് ഷബ്ന ആരോപിച്ചു. കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയില്ല. അൾസർ മൂർച്ഛിച്ചാണ് അച്ഛൻ മരിച്ചത്. അദ്ദേഹത്തിനു മനഃപൂർവ്വം ചികിത്സ വൈകിപ്പിച്ചത് UDF സർക്കാരാണ്. അതിനാലാണ് അൾസർ ഗുരുതരമായതും. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴേക്കും രോഗം അതിന്റെ അന്ത്യത്തിലെത്തി. അച്ഛനെ കൊന്നത് UDF ആണ്. അന്നു തന്നെ ആരോപണം ഉയർന്നിരുന്നു. TP വധക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി KP കുഞ്ഞനന്ദനായിരുന്നുവെന്നും അദ്ദേഹം മരിച്ചത് ഭക്ഷ്യവിഷബാധയേറ്റാണെന്നും ഷാജി ആരോപിച്ചിരുന്നു. കണ്ണൂരിൽ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രഹസ്യം ചോരുമോ എന്ന ഭയമാണ് കൊന്നവരെ കൊല്ലുന്നത്. BJP പ്രചരണ ഗാന വിവാദത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച് സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. പൊന്നാനിയിലേത് പ്രാദേശിക വീഴ്ച. 2013 UPA സർക്കാരിനെതിരായ പ്രചരണ ഗാനം അബദ്ധത്തിൽ പ്ലേ ആയതാണ്. ഇത്തരം പിഴവുകളിൽ പത്രങ്ങളിൽ നിത്യേന ഉണ്ടാകുന്നതാണ്. BJPക്കെതിരെ വാർത്ത നൽകുന്നതിന് മുമ്പ് യാഥാർത്ഥ്യം തേടണമെന്നും വിവാദത്തിന്റെ പേരിൽ ആർക്കെതിരെയും നടപടിയെടുക്കില്ല എന്നും ജാവദേക്കർ പറഞ്ഞു. കേരള പദയാത്ര പാട്ടിലുണ്ടായ അമിളിയിൽ പാർട്ടിയുടെ സംസ്ഥാന IT സെൽ ചെയർമാനെതിരെ നടപടി വേണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. IT സെൽ ചെയർമാൻ S ജയശങ്കറിനെ മാറ്റണമെന്നായിരുന്നു ആവശ്യം. ഇതിനു പിന്നാലെയാണ് പ്രകാശ് ജാവദേക്കറുടെ പ്രതികരണം. പദയാത്ര ഗാനത്തിൽ കേരള സർക്കാരിനു പകരം കേന്ദ്ര സർക്കാർ ഇടം പിടിച്ചതാണ് അമിളിയായത്. അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്കണ കൂട്ടരെ എന്ന് ആഹ്വാനം ചെയ്യുന്ന പാട്ട് ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. വിവാദമായതോടെ ഗാനം ഒഴിവാക്കി. പദയാത്രയുടെ ഭാഗമായി 20-ന് കോഴിക്കോട് മണ്ഡലത്തിൽ നടന്ന പരിപാടിയുടെ നോട്ടീസിലെ പരാമർശവും വിവാദമായിരുന്നു. SC/ST നേതാക്കൾക്കൊപ്പം സുരേന്ദ്രൻ ഉച്ചഭക്ഷണം കഴിക്കും എന്നായിരുന്നു നോട്ടീസിൽ ഉണ്ടായിരുന്നത്. വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലിയായ ബേലൂർ മക്ന കർണാടകയിലെ വനമേഖലയിൽ തുടരുന്നതായി റേഡിയോ കോളർ സിഗ്നൽ. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഹൈദരാബാദിലെ വന്യജീവി വിദഗ്ധനായ നവാബ് അലി ഖാൻ ദൗത്യ സംഘത്തിനൊപ്പം ചേർന്നു. അതേസമയം ജില്ലയുടെ സ്പെഷ്യൽ നോഡൽ ഓഫീസറായി ഈസ്റ്റേൺ CCF K വിജയാനന്ദ് ചുമതലയേറ്റു. കർണാടക വനമേഖലയിലേക്ക് കടന്ന ബേലൂർ മക്ന അവിടെ തന്നെ തുടരുന്നതായാണ് റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന വകുപ്പ് ആനയുടെ ചലനം നിരീക്ഷിച്ചു വരികയാണ്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ കനത്ത ജാഗ്രതയുണ്ട്. അതിർത്തി പ്രദേശത്ത് ചുറ്റുകയാണ് വനപാലകരുടെ സംഘം. സംസ്ഥാന വനവകുപ്പിനെ സഹായിക്കാൻ ഹൈദരാബാദിൽ നിന്നുള്ള വന്യജീവി വിദഗ്ധനായ നവാബ് അലി ഖാൻ ദൗത്യ സംഘത്തിന്റെ ഭാഗമായി. ട്രെക്കിംഗ് വിദഗ്ധനും ഷാർപ്പ് ഷൂട്ടറുമാണ് ഇദ്ദേഹം. ഔദ്യോഗിക സംഘത്തിന് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതാണ് ചുമതല. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ 4 വിദഗ്ധർ കൂടി സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ആനയെ പിടികൂടും വരെ ദൗത്യം തുടരുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു.